ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പോയി, റോഡ് സെയിലിന് വേണ്ടി പോയി, കടയിലേക്ക് പോയി. പകല് മുഴുവനും ഭർത്താവ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, ത്യാഗങ്ങൾ അനുഭവിച്ചു. വെയിലെന്നില്ല, മഴയെന്നില്ല, കാറ്റെന്നില്ല, വണ്ടിയിൽ ഇങ്ങനെ സാധനവും കൊണ്ട് യാത്രയാ. രാവിലെ കുറെ മാറ്റ് എടുത്തിട്ടുണ്ട് പോയി, കുറെ മെത്തയും കയറ്റിയിട്ട് രാവിലെ പോയി പാവപ്പെട്ടവൻ റൂട്ട് മുഴുവൻ കറങ്ങി രാത്രി ക്ഷീണിച്ച അവശനായി വീട്ടിലേക്ക് വരുമ്പോ ഭാര്യയെ കാണുമ്പോ സകലതും അവിടെ തീരണം. ഒരു ഭാര്യയെ കണ്ടാൽ ഒരു ഭർത്താവിന്റെ സകല ക്ഷീണവും അവിടെ തീരണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഖൈറു ഫായിദത്തിൻ അഫാദഹൽ മുസ്ലിമു ബഅദൽ ഇസ്ലാം ഇംറഅത്തുൻ ജമീല തസുറുഹു ഇദാ നളറ ഇലൈഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഭാര്യമാരെ കേട്ടുകൊള്ളുക, ഭാര്യമാരെ കേട്ടുകൊള്ളുക. ഖൈറു ഫായിദത്തിൻ അഫാദഹൽ മുസ്ലിമു ബഅദൽ ഇസ്ലാം. ഒരു മുസ്ലിമായ ഭർത്താവിന്, ഒരു മുസ്ലിമായ പുരുഷന് ഇസ്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ അയാൾക്ക് കിട്ടുന്നതായ ഏറ്റവും നല്ല സമ്മാനം എന്തെന്നറിയുമോ? ഒരു മുസ്ലിമായ ഭർത്താവിന് ഇസ്ലാം കിട്ടിക്കഴിഞ്ഞാൽ, അയാൾ മുസ്ലിമായി കഴിഞ്ഞാൽ, ഖൈറു ഫായിദത്തിൻ അഫാദഹൽ മുസ്ലിമു ബഅദൽ ഇസ്ലാം. ഇസ്ലാം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് തന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തെന്നറിയുമോ? ഏറ്റവും നല്ല വിധി എന്തെന്നറിയുമോ? ഏറ്റവും വലിയ അമൂല്യമായ സമ്മാനം എന്തെന്നറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ. അത് എന്താണ്? അത് അയാൾക്ക് കിട്ടുന്ന സ്ത്രീധനമല്ല, അത് അയാൾക്ക് കിട്ടുന്ന പണച്ചാക്കുകളല്ല, അത് അയാൾക്ക് കിട്ടുന്ന സ്വർണ്ണ കൂമ്പാരമല്ല. പിന്നെയോ ഇംറഅത്തുൻ ജമീല, തനിക്ക് വേണ്ടി സുന്ദരിയാകുന്ന ഭാര്യയാണ്. ഒരു ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഭാര്യ, ഒരു ഭർത്താവിന് വേണ്ടി സൗന്ദര്യവതിയാകുന്ന ഭാര്യ, ഒരു ഭർത്താവിന് വേണ്ടി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുളിച്ചൊരുങ്ങി അണിഞ്ഞിരിക്കുന്നതായ ഭാര്യ. ഇംറഅത്തുൻ ജമീല, ഒരു സുന്ദരിയായ സൗന്ദര്യവതിയായ ഭാര്യ. ഏത് സൗന്ദര്യമാ? തസുറുഹു ഇദാ നളറ ഇലൈഹാ. ആ ഭർത്താവ് കടകമ്പോളങ്ങളിൽ പോയി പണിയെടുത്തിട്ട് രാവിലെ മുഴുവനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ പൂമുഖപ്പാതില് അതേ കതക് തുറന്ന് ഭർത്താവിന്റെ മുന്നിലെ കതക് തുറക്കുമ്പോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുന്ദരിയായ ഭാര്യയല്ലൂ. ആ ഭാര്യയെ കാണുമ്പോ തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഏതൊരു സുന്ദരിയായ അണിഞ്ഞൊരുങ്ങിയ ഭാര്യയെ കാണുമ്പോഴാകുമ്പോ ഒരു ഭർത്താവിന് സന്തോഷമാകുന്നത്, ഒരു ഭർത്താവിന് സംതൃപ്തിയാകുന്നത് ആ ഭാര്യയാണ്. ഖൈറു ഫായിദത്തിൻ അഫാദഹൽ മുസ്ലിമു ബഅദൽ ഇസ്ലാം. ഒരു മുസ്ലിമായ ഭർത്താവിന് ഇസ്ലാം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യ കതക് തുറക്കുന്നു, കുളിച്ചൊരുങ്ങി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന ഭാര്യ. അതുകൊണ്ടാണ് സയ്യിദനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മുന്നറിയിപ്പൊന്നുമില്ലാതെ വീട്ടിലേക്ക് കയറി വരരുത് ഭർത്താവ്. എന്തിനാ? ഭർത്താവ് നേരത്തെ പറയാതെ വീട്ടിൽ കയറി വരരുത്. കച്ചവടത്തിന് പോയി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക, ഭരണിക്കാവെത്തി, വിളിക്കണം, 5 മിനിറ്റുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എത്തും. അല്ലെങ്കിൽ ശാസ്താംകോട്ടെ എത്തുമ്പോ വിളിക്കണം, ഇൻഷാ അല്ലാഹ് 10 മിനിറ്റുള്ളിൽ ഞാൻ എത്തും. ഒരു മിസ് കോൾ. എന്തിനാ? അടുക്കളയിൽ ജോലിയായിരിക്കും ഈ പെണ്ണ്, അടുക്കളയിൽ ജോലി, മുഷിഞ്ഞ വേഷമൊക്കെ ആയിരിക്കും. ഭർത്താവ് വരുന്നുണ്ട്, ഒരുങ്ങണം, തയ്യാറാകണം. അതാണ് ഇസ്ലാം. ഭാര്യ പോയി ആ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറി പുറമൊക്കെ ഒന്ന് കഴുകി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിച്ച് പൗഡറൊക്കെ ഇട്ട് മൊഞ്ചായി വന്ന് കതക് തുറക്കണം. തസുറുഹു ഇദാ നളറ ഇലൈഹാ. രാവിലെ മൊത്തവും കറങ്ങി ക്ഷീണിച്ചു കുഴ
കുഴഞ്ഞാടി വീട്ടിലേക്ക് വന്ന ഭർത്താവ് ആ കഥ അങ്ങോട്ട് തുറന്നു അസ്സലാമു അലൈക്കും പറയുമ്പോ സുന്ദരിയായ ആ പെണ്ണിനെ കണ്ട അവിടെ തീരണം അവന്റെ ക്ഷീണം, അവിടെ തീരണം അവന്റെ സകല പ്രശ്നങ്ങളും. ഇതാണ് ഭാര്യ. ഭാര്യ അങ്ങനെയാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നേരത്തെ അറിയിക്കുക എപ്പോഴാ നിങ്ങൾ എത്തുന്നതെന്ന്. പെണ്ണ് ഒരുങ്ങി ചമഞ്ഞ് റെഡിയായിരിക്കട്ടെ. ഇപ്പൊ എന്താ, നമ്മള് കുറെ കറങ്ങി കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്ന് കഥകിങ്ങനെ തട്ടും, ആകെ ക്ഷീണിച്ച് അവശനായ വരുന്നത്. പെണ്ണുമ്പോൾ അങ്ങോട്ട് വന്ന് കഥ തുറക്കുമ്പോ സകല ക്ഷീണവും നമ്മൾ മറക്കും. പിന്നെ ഏറ്റവും വലിയ ക്ഷീണം അത് കാണുന്നതാണ്. കാരണം ഏതാ കോലം അടുക്കളയിൽ നിൽക്കുന്ന മുഷിഞ്ഞ് നാറിയ മീൻകറിയൊക്കെ കോരി ഒഴിച്ച് കരിയൊക്കെ വാരിത്തേച്ച് തലേ ദിവസത്തെ ഉണക്കമീനൊക്കെ തലയിൽ ഇരിപ്പുണ്ടാവും. ആ ചട്ടിയൊക്കെ കഴുകി അവിടെയൊക്കെ വലിച്ചു തേച്ച് ഒരു കോലത്തിൽ വന്ന് ഇങ്ങനെ കഥോറക്കും, കക്ഷം കീറിയ ലൈറ്റും ഒക്കെ ഇട്ടുണ്ട്. എന്താ തമ്പുരാനെ, തീർന്ന് ഉള്ള ഒരു പവറും അവിടെ പോയി. അതാണ് പ്രശ്നം. അവിടെയാണ് കുഴപ്പം. ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങണം. ഭർത്താവിനെയാണ് ഒരു ഭാര്യ സന്തോഷിപ്പിക്കേണ്ടത്. ഇന്നിപ്പോ എന്താ, പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോ മുഷിഞ്ഞ വേഷവാ, ഏതെങ്കിലും ഒരു നൈറ്റി, ഏതെങ്കിലും ഒരു ചുരിദാറ്, എന്തെങ്കിലും ഒരു സാധനം വലിച്ചു കയറ്റിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് അടിപൊളിയായി. ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു മെനകെട്ട കോലത്തില്, നാട്ടുകാരുടെ മുമ്പിൽ പോയാൽ അടിപൊളിയാ. നാട്ടുകാരുടെ മുമ്പിൽ പോയാൽ അടിപൊളിയാ. അവിടെയാ സഹോദരിമാരറിയേണ്ടത്, സഹോദരന്മാരറിയേണ്ടത്. ഒരു ഭാര്യയുടെ ശരീരം പ്രദർശിപ്പിക്കപ്പെടേണ്ടത്, അലങ്കൃതമാക്കപ്പെടേണ്ടത്, അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കപ്പെടേണ്ടത് ഭർത്താവിന്റെ മുന്നിലായിരിക്കണം. പുറത്തു പോകുമ്പോ അതിന്റെ മുമ്പിൽ മൂടപടമൊക്കെ ഇട്ട് മറച്ചു പിടിച്ചോണ്ടിറങ്ങണം. പുറത്താർക്കും കാണാൻ കൊടുക്കൂല, വെളിയിൽ ഒരാൾക്കും കാണാൻ സമ്മതിക്കണ്ട. വീട്ടിനുള്ളിൽ ഭർത്താവ് കാണട്ടെ, ആ ഭർത്താവ് ആസ്വദിക്കട്ടെ, ഭർത്താവിന് സന്തോഷം ഉണ്ടാകുന്ന കോലത്തിൽ ഡ്രസ്സ് ധരിക്കും. ഇതെന്താ, വീട്ടിലൊരു കോലം, പുറത്തോട്ടിറങ്ങിയാൽ നല്ല ഇറുകി പിടിച്ചൊരു ചുരിദാറും ഒക്കെ വലിച്ചു കയറ്റി അല്ലെ, പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ഒതുക്കി ഷാളൊക്കെ ഇട്ട് ഷാളിന്റെ അടയ്ക്കുന്ന ഒരു പിടി മുടിയെടുത്ത് വെളിയിലോട്ട് വിട്ട് ഒരു കോലത്തിൽ ഇങ്ങനെ നടക്കുക. പുറത്തിറങ്ങുമ്പോഴെല്ലാം അടിപൊളി, കെട്ടിയവന്റെ മുമ്പിൽ തകർന്ന തരിപ്പണമായി. ഇത് മാറണം. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണ് അവളുടെ ശരീര സൗന്ദര്യം ആരുടെയൊക്കെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമെന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി അവിടെ ചർച്ച ചെയ്തത് ഒന്നാമതായി പറഞ്ഞത് ഭർത്താവാണ്. അയൽക്കാരന്റെ മുമ്പിൽ കല്യാണത്തിന് പോകുമ്പോ നല്ല ഡ്രസ്സ്, പുറത്തോട്ട് പോകുമ്പോ നല്ല ഡ്രസ്സ്, വാതിന് വരുമ്പോ നല്ല ഡ്രസ്സ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാതെ നാട്ടുകാരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണ്, പുറത്തിറങ്ങുമ്പോ പർദ്ദയില്ലാതെ ഇറങ്ങുന്ന പെണ്ണ്, സഹോദരിമാരെ അറിയുക, നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നീ അണിഞ്ഞൊരുങ്ങട്ടെ. പുറത്തിറങ്ങുമ്പോ നീ ഒരുങ്ങിയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. പർദ്ദയിട്ട് ആരും നോക്കിയാലും കാണാത്ത കോലത്തിൽ വേണം ഇറങ്ങണം. ഇന്ന് പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല, മനസ്സില്ല. ഭർത്താവിന് താല്പര്യം ഉണ്ടാവും, പർദ്ദയൊക്കെ ഇടണം, നല്ല രീതി വളരണം. പെണ്ണിന് താല്പര്യമില്ല. അവക്കെപ്പോഴും ചുരിദാർ ഇട്ടാ മതി, അവക്കെപ്പോഴും സാരിയൊക്കെ കൊടുത്താൽ മതി. പിന്നെ പർദ്ദ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ കെട്ടൊക്കെ ഉള്ള കീറലൊക്കെ ഉള്ള സാധനമൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ പർദ്ദയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മലബാറൊക്കെ പോയപ്പോ പുതിയ പറക്കും ഒന്നാമത് ഇറുകി പിടിച്ച് പ്ലാസ്റ്റിക് ചാക്കിൽ തേങ്ങ കെട്ടി വെച്ചേക്കുന്ന കൈ സാധനങ്ങൾ നടക്കുന്നത്. ഇതും പോരാഞ്ഞിട്ടിന് ഇപ്പൊ അരയ്ക്കൊരു കെട്ടിറങ്ങിയിട്ടുണ്ട്. അരയിൽ കെട്ട്, പർദ്ദയ്ക്ക് അരയിലൊരു കെട്ട്. വല്ലാത്ത മോശമായ അവസ്ഥ, വല്ലാത്ത വൃത്തികെട്ട അവസ്ഥ. ബഹുമാനരായ സയ്യിദുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതെന്താണ്? നാട്ടുകാരുടെ മുന്നിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ട നിന്റെ ശരീര സൗന്ദര്യം അതിനെല്ലാം മാറ്റിവെച്ചിട്ട് നാട്ടുകാരുടെ മുന്നിൽ കല്യാണത്തിന് പോകുമ്പോ അണിഞ്ഞൊരുങ്ങി പോകുന്ന പെണ്ണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും നോക്കിപ്പോകുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, ശരീരത്തിന്റെ തുടിപ്പും വെളുപ്പും കൊഴുപ്പും ഒക്കെ പുറത്ത് കാണുന്ന മാംസളമായ പാതകത്വം തുളുമ്പുന്ന ഭാഗങ്ങൾ പുറത്തു നിന്ന് വീക്ഷണ വിധേയമാക്കത്തക്ക രീതിയിൽ വസ്ത്രം ധരിച്ചിറങ്ങുന്ന പെണ്ണേ,
സയ്യിദനാ റസൂലുള്ളാഹി തങ്ങള് ശാപത്തിന്റെ വാക്കുകളാണ് ആ പെണ്ണിനെ പറ്റി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശക്തമായ താക്കീത് വരികയാ. റസൂലുള്ള പറഞ്ഞില്ല, സിൻഫാനി മിൻ അഹ്ലിന്നാർ, എന്റെ കൂട്ടത്തില് എന്റെ ഉമ്മത്തില് രണ്ടു കൂട്ടരും നരകത്തിലാണ്. എന്റെ ഉമ്മത്തിലെ രണ്ടു കൂട്ടരും നരകത്തിലാ. റസൂലുള്ള പറഞ്ഞു, ലം അറഹുമാ, എന്റെ കണ്ണുകൊണ്ട് ഞാനവരെ കാണാതിരിക്കട്ടെ, എന്റെ കണ്ണുകൊണ്ട് ഞാനവരെ കാണാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ രണ്ടു കൂട്ടര് റസൂലുള്ളാഹിന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് ഹബീബായ റസൂല് ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ രണ്ടു കൂട്ടര്. ഒന്നാമത്തെ കൂട്ടരാരാ? റസൂലുള്ള പറയുകയാ, അവരാരെന്നറിയുമോ? ഖൗമും വഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകളും ലാത്തുകളും കയ്യിലേന്തിക്കൊണ്ട് പാവപ്പെട്ട പൊതുജനത്തെ, നിരപരാധികളായ പൊതുജനത്തെ മർദ്ദിച്ചെടുക്കുന്ന കപട നിയമപാലകരില്ലേ. റസൂലുള്ള പറയുന്നു, അവരെ നരകത്തിലാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരെ നരകത്തിലാ. നിയമപാലകരുടെ റൂള് കയ്യിലേറ്റിക്കൊണ്ട് പാവപ്പെട്ട നിരപരാധികളെ മർദ്ദിച്ചെടുക്കുന്നവര് കണ്ടിട്ടില്ലേ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് സവർണ ഭീകരവാദികളെ പാവങ്ങളെ മർദ്ദിച്ചെടുക്കുമ്പോ ആ പാവങ്ങളുടെ പക്ഷം ചേരേണ്ടുന്ന നിരപരാധികള്, ആ പാവങ്ങളുടെ പക്ഷം ചേരേണ്ടുന്ന നിയമപാലകര്. എന്നാലോ അധികാരികളുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട്, ഭൂരിപക്ഷത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട്, വർഗീയവാദികളുടെ പക്ഷം ചേർന്നുകൊണ്ട് നിരപരാധികളെ തന്നെ മർദ്ദിച്ചെടുക്കുമ്പോ പകല് മുഴുവനും അതേ നാൽക്കാലി മൃഗത്തിന്റെ തൊലിയുരിച്ചു എന്ന പേരില് സവർണ ഭീകരവാദികൾ ബെൽറ്റ് കൊണ്ടടിക്കുന്ന കീഴ്ജാതിക്കാരായ പാവപ്പെട്ട മനുഷ്യരെ അവരെ രക്ഷപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള നിയമപാലകർ കടന്നു വന്നിട്ട് മേൽജാതിക്കാരുടെ പക്ഷം ചേർന്നിട്ട് പാവപ്പെട്ട കീഴ്ജാതിക്കാരെ കൈവിലങ്ങടിയിക്കുമ്പോ അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ റസൂലുള്ള പറയുകയാ, പോലെ ബിഹന്നാ, നിരപരാധികളെ മർദ്ദിക്കുന്നതായ കപട നിയമപാലകരില്ലേ? നാം കണ്ടില്ലേ? ഭോപ്പാലിന്റെ മണ്ണിൽ കണ്ടില്ലേ? ഒരാഴ്ചക്കുള്ളിൽ നിരപരാധികളെന്ന് തെളിയിക്കപ്പെട്ട് പുറത്തേക്ക് വരേണ്ടെന്ന 8ഓളം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാര് രാത്രിയുടെ നിശബ്ദതയില് ആ ചെറുപ്പക്കാര് പോലീസ് വാനിൽ കേട്ടിക്കൊണ്ടുപോയി ഒരു പാറമുകളിലേക്ക് കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന കപട നിയമപാലകര്. എന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് 18 പൂട്ടുകൾ തകർത്താണ് അവര് പുറത്തു വന്നതെന്ന്. കയ്യിലിരുന്ന സ്പൂണ് കൊണ്ടര് പോലീസുകാരുടെ പോലും കൊലപ്പെടുത്തി കളഞ്ഞെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പടച്ചവനെ വെറുതെ വിടില്ല. പോലെ ബിഹന്നാ, ഇപ്രകാരം നിരപരാധികളെ കഷ്ടപ്പെടുത്തുന്നവരില്ലേ? നിരപരാധികളെ വേദനിപ്പിക്കുന്നവരില്ലേ? അവരെ നരകത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അത് നമ്മുടെ ചർച്ചയല്ലാത്തത് കൊണ്ട് മാറി നിന്നുകൊള്ളട്ടെ. റസൂലുള്ള പറയുന്നു, പക്ഷേ നരകത്തിൽ പോകുന്ന രണ്ടാമത്തെ കൂട്ടരാരാ? റസൂലുള്ള പറയുന്നു, പെണ്ണുങ്ങളെ നരകത്തിലാ, പെണ്ണുങ്ങളെ നരകത്തിലാ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, റസൂലുള്ള പറയുന്നു, പെണ്ണുങ്ങളെ നരകത്തിലാ. എന്തുകൊണ്ടാ പെണ്ണുങ്ങളെ നരകത്തിൽ പോകുന്നത്? നിസ്കാരമുള്ളതില്ലാത്തത് കൊണ്ടെന്നല്ല, പലിശ തിന്നത് കൊണ്ടെന്നല്ല, മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കൊണ്ടെന്നല്ല. അല്ലാഹുവിന്റെ ഹബീബി ഹദീസിൽ പറഞ്ഞ നരകത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ശ്രദ്ധിച്ചു നോക്കണം പെങ്ങന്മാര്, സഹോദരിമാര്, ഉമ്മ പെങ്ങന്മാര്, ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നരകത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ അടയാളം അവര് വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. അവര് സാരി ഉടുത്തിട്ടുണ്ട്, അവര് ചുരിദാർ ധരിച്ചിട്ടുണ്ട്, അവര് പർദ്ദ ധരിച്ചിട്ടുണ്ട്, പേരിനവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിലും നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്,
അവരുടെ ശരീരത്തിന്റെ നഗ്നത പുറത്താ, അവരുടെ വയറു പുറത്താണ്, അവരുടെ മാറു പുറത്താണ്, അവരുടെ മുതുകു പുറത്താണ്, അവരുടെ ശരീരത്തിന്റെ മൊത്തം വണ്ണവും പുറത്താണ്. ഇറുകി പിടിച്ചു കിടക്കുന്ന ഡ്രസ്സ് ധരിച്ചതുകൊണ്ട്, കട്ടിയില്ലാത്ത ഡ്രസ്സ് ധരിച്ചതുകൊണ്ട്, ഇറക്കമില്ലാത്ത ഡ്രസ്സ് ധരിച്ചതുകൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കപ്പെടേണ്ടുന്ന ആ പെണ്ണിന്റെ സൗന്ദര്യമുള്ള ശരീരമുണ്ടല്ലോ, അത് അന്യന് കാണാൻ കഴിയുന്ന കോലത്തിലാണ്, അത് അന്യന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കോലത്തിലാ. ഇപ്രകാരം ഡ്രസ് ധരിച്ച പെണ്ണിനെ പറ്റിയ ഹബീബായ റസൂൽ പറഞ്ഞത്, അങ്ങനെയുള്ള പെണ്ണുങ്ങളും നരകത്തിലാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തടയാളം ഡ്രസ് ധരിച്ചെങ്കിലും ശരീരത്തിന്റെ നഗ്നത പുറത്താക്കിയ പെണ്ണ്. രണ്ടാമത്തെ അടയാളം ഹബീബായ റസൂൽ പറയുന്നത്, മായിലാത്തും മുമീലാത്ത്, ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ് ആകർഷിക്കപ്പെടേണ്ട ഡ്രസ് ധരിച്ചതെങ്കിൽ അള്ളാന്റെ റസൂൽ പറയുകയാ, ആ ഭർത്താവിന്റെ മുന്നിലല്ലാതെ നാട്ടുകാരുടെ മുന്നിലും ആകർഷിപ്പിക്കപ്പെടുന്ന ഡ്രസ് ധരിച്ചവനാ. കളർഫുൾ ഡ്രസ് ധരിച്ചവള്, ഒരുപാട് മോഡേൺ ഡ്രസ് ധരിച്ചവള്, ഒരുപാട് അട്രാക്റ്റീവായ ഡ്രസ് ധരിച്ചവള്, ഒരുപാട് കളർഫുൾ ആയ ഡ്രസ് ധരിച്ചവള്. റസൂലുള്ള പറയുകയാ, മറ്റുള്ളവരെ തങ്ങളിലെ അക്കളേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആടിക്കുഴഞ്ഞു നടക്കുന്ന പെണ്ണ്, അവള് നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാ. മൂന്നാമത്തെ അടയാളം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ആ പെണ്ണിന്റെ തലമുടിയുണ്ടല്ലോ, ഒട്ടകത്തിന്റെ മുതുകത്ത് കുഴച്ചിരിക്കുന്നതായ പൂഞ്ഞ പോലെ തലമുടിയെല്ലാം മുകളിലേക്ക് കെട്ടി ഉയർത്തി വെച്ചുകൊണ്ട് തലമുടി പോലും അലങ്കാരമാക്കി നടക്കുന്ന അഹങ്കാരിയായ പെണ്ണില്ലേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പെണ്ണ് നരകത്തിലാ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നരകത്തിലാ. അവള് നരകത്തിലെന്ന് മാത്രമല്ല, ഒരിക്കലും അവൾക്ക് സ്വർഗമില്ല. പെണ്ണ്, ആ പെണ്ണിന് സ്വർഗമില്ല. ആ സ്വർഗത്തിന്റെ മണമുണ്ടല്ലോ, ആ മണം പോലും ആ പെണ്ണിന് നിശബ്ദമെന്ന് ബഹുമാനനായ സയ്യിദുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നരകത്തിലേക്ക് പോകുന്ന പെണ്ണ്, നരകത്തിലേക്ക് പോകുന്ന പെണ്ണ്. ശ്രദ്ധിച്ചു, ഇതിനകത്ത് കുറച്ചുകൂടെ സൗണ്ട് വെക്കാം, ഇതില് കുറച്ചുകൂടെ സൗണ്ട് ഉണ്ട്, കുറച്ചുകൂടെ വെച്ചോളൂ. അനക്കം ഉണ്ടോന്നോ നോക്കിക്കോട്ടോ ഇടയ്ക്ക്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നരകത്തിലേക്ക് പോകുന്ന പെണ്ണ്, നരകത്തിൽ. ആരാ സ്കാരമില്ലാത്തോണ്ടൊന്നുമില്ല, നോമ്പ് പിടിക്കാത്തോണ്ടോ അല്ല, പലിശ വാങ്ങുന്നോണ്ടോ കൊടുക്കുന്നോണ്ടോ ഒന്നുമല്ല. പിന്നെന്താ? ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തോണ്ട്. സഹോദരിമാര് കേട്ടോളി, പെങ്ങളെ, നിന്റെ ഈ ശരീരം ഭർത്താവിന് മാത്രമുള്ളതാണ്. ഭർത്താവ് കാണട്ടെ, ആസ്വദിക്കട്ടെ. ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കും, ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കും. ഭർത്താക്കന്മാര് വാങ്ങിയും കൊടുക്കും. നല്ല മോഡേൺ ഡ്രസ്സ് തുണിക്കടയുടെ മുമ്പിലൂടെ പോകുമ്പോ ആ ഡമ്മിക്കകത്ത് ഇങ്ങനെ ഇട്ട് തൂക്കിയിട്ടോ നല്ല ഡ്രസ്സ്, നല്ല ഇറക്കമുള്ള ഡ്രസ്സാ. ഇതെന്റെ പെണ്ണുമ്പിള്ള ഇട്ടാ കൊള്ളാം, വാങ്ങിച്ചു കൊടുക്ക്, ഇട്ടട്ടെ. പെണ്ണുമ്പിള്ള ഇടട്ടെ, അത് ഭാര്യ ഇടട്ടെ ഭർത്താവിന്റെ മുമ്പിൽ. ഭർത്താക്കന്മാർക്കൊക്കെ ചിലപ്പോ ആ ഒരു ആഗ്രഹം ഉണ്ടാവും, എന്റെ ഭാര്യ ഒരു ടീഷർട്ടും ഒരു പാന്റും ഒക്കെ ഇട്ട് കാണണമെന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുത്തോളിന്, ഒരു വിഷയമില്ല. എവിടെ? വീട്ടില്, പ്രൈവറ്റ് ബെഡ്റൂമിന്റെ ഉള്ളിൽ. ഭർത്താവ് പറയണം, ഇന്ന് വരുമ്പോ അത് ആ സാധനം ഇട്ടുണ്ടെന്നാ മതി. എന്താ ഒരു സന്തോഷമായിരിക്കും. ക്ഷീണിച്ച് അവശനായി അങ്ങോട്ട് വന്ന് കഥ ഉറക്കുമ്പോ അടിപൊളി. അതല്ലേ, അതാണ് ഇസ്ലാമി. അതൊന്നും ഭർത്താവിന്റെ മുമ്പിൽ അതൊന്നും ഒരു ഹറാമേ അല്ല, ഒരു പ്രശ്നമല്ല. ധൈര്യമായി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളി, ധൈര്യമായി വാങ്ങിച്ചു കൊടുത്തോളി. ടീഷർട്ടും പാന്റും എല്ലാം വാങ്ങിച്ചു കൊടുത്തോളി, ഇടട്ടെ. നിങ്ങൾ നമ്മുടെ പെണ്ണുങ്ങളെ അതൊക്കെ ഇട്ട് കാണും നമ്മൾ. അല്ലാതെ സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന അവളെ ഇവളെ ഒന്നും നോക്കണ്ട. പെണ്ണുങ്ങൾ ഇതിട്ടാൽ എന്റെ പെങ്ങളെ പിന്നെ ഒരു തീയെയും നിന്റെ ഭർത്താവ് നോക്കും.
നോക്കൂല, ഒരുത്തിയും നോക്കൂല. എന്റെ പെണ്ണിന് ഇതിനെക്കാട്ടി സൗന്ദര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ ഇതിടണം. നല്ല ഇറക്കമുള്ള ചുരിദാറൊക്കെ ഭർത്താവിന്റെ മുമ്പിൽ ഇട്. നല്ല സാരിയൊക്കെ കൊടുത്ത് സെറ്റപ്പായി ഭർത്താവിന്റെ മുമ്പിൽ നിൽക്ക്. പുറത്തു പോകുമ്പോ അല്ല, കല്യാണത്തിന് പോകുമ്പോഴല്ല, വാത് വെക്കാൻ വരുമ്പോഴല്ല, അതൊക്കെ അങ്ങ് ഭർത്താവിന്റെ മുമ്പിൽ. പുറത്തോട്ടിറങ്ങിയോ പർദ്ദ ധരിച്ച് ശരീര സൗന്ദര്യം പുറത്ത് കാണല്. ഒരു ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പ്രധാന മാനദണ്ഡം മുഖമാണെങ്കിൽ ആ മുഖം ഉൾപ്പെടെ മറക്കി. ഈ മുഖം ഈ ഭർത്താവിനെ കാണാനുള്ളതാണ്. ഭർത്താവ് വരുമ്പോ നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി സെറ്റപ്പായിട്ട് നിന്നോളി. ഇല്ലെങ്കിൽ അപകടമാ. സയ്യിദനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അനുവദിക്കപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഇങ്ങനെ മോഡേൺ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഇറുകി പിടിച്ച ഡ്രസ്സും ഒക്കെ ഇട്ട് മുടിയൊക്കെ വലിച്ചു വാരിക്കെട്ടി നടക്കുന്ന പെണ്ണും നരകത്തിലാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരൊക്കെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറയണം, ഇക്കാ എനിക്ക് പർദ്ദ വേണം, എനിക്ക് പർദ്ദ വേണം. ഞാൻ പർദ്ദയിടാതെ നിങ്ങളോട് പുറത്തു വരൂല. ഇത് ഭർത്താക്കന്മാർക്കും ബോധം വേണം. അത് വേറൊരു വിഷയം. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമൊക്കെ അതാ. ഭർത്താവ് ഈ സാധനമൊക്കെ പെണ്ണിന് വാങ്ങിച്ചു കൊടുക്കുള്ളൂ, പർദ്ദയൊന്നും വാങ്ങിച്ചു കൊടുക്കൂല. ഇനി അഥവാ ഒരു നല്ല ചുരിദാറൊക്കെ കാണാൻ വീട്ടിലിട്ടോണ്ട് നിന്നാൽ ഭർത്താവ് പറയും, അതങ്ങ് ഊരി വെച്ചേക്കുമ്പോളെ 2500 രൂപയുടെ സാധനവാ, അത് നീ വീട്ടിലൊന്നും ഇടണ്ട, അത് കറങ്ങാൻ പോകുമ്പോ ഇട്ടോ. ഞാൻ കണ്ടില്ലേലും കുഴപ്പമില്ല, ചെറുപ്പക്കാര് കണ്ടോട്ടെ. ഭർത്താക്കന്മാർക്കും ആ ബോധമില്ലല്ലോ. ഭർത്താവിനും എന്റെ ഭാര്യ എനിക്ക് ആസ്വദിക്കാനുള്ളവളാണ്, എന്റെ മുമ്പിൽ അവൾ അതല്ല, പുറത്തു പോകുമ്പോഴാണ് അവൾ അതൊക്കെ ഇടേണ്ടത്. ഭർത്താവിന്റെയും ഒരു മനസ്സങ്ങനെയാ. ആ ഭർത്താക്കന്മാരെ പറ്റിയാണ് ബഹുമാന്യനായ അലിയാരി തങ്ങൾ ചോദിച്ചത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? അലാ തസ്തഹിയൂൻ? നാണമില്ലേ നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ? അലാ തഗാറൂൻ? ആണത്തമില്ലേ നിങ്ങൾക്ക്? യത്റുകു അദുകും ഇംറാതഹു? ഭാര്യമാരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാ. തഖ്റുജു ബൈന റിജാൽ? അന്യ പുരുഷന്റെ മുമ്പിലൊക്കെ അവള് നല്ല ചുരിദാറും ടീഷർട്ടും ഒക്കെ ഇട്ട് അവളിങ്ങനെ കറങ്ങി നടക്കുക. എടാ നാണമില്ലേ നിനക്ക്? അലിയാരി തങ്ങൾ ചോദിക്കുക. യൻദുറൂന ഇലൈഹ? സകല ആണുങ്ങളും അവളെ കാണുന്നുണ്ട്. വതൻദുറു ഇലൈഹിം? സകല ആണുങ്ങൾ അവനും കാണും, അവളും കാണുന്നുണ്ട്. ഇങ്ങനെ വിടാൻ നിനക്ക് നാണമില്ലേ? ആണത്തമില്ലേ? അലിയാരി തങ്ങൾ ചോദിക്കുക. ഭർത്താക്കന്മാർക്കും ബോധം ഉണ്ടാകണം. എന്റെ ഭാര്യയുടെ ശരീരം എനിക്ക് ആസ്വദിക്കാനുള്ളതാ, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോ പർദ്ദ വേണം. ഭർത്താക്കന്മാര് വാങ്ങിക്കൊടുക്കണം. ഭാര്യമാർക്ക്. നാം പറഞ്ഞു വന്ന വിഷയം, ഭാര്യമാര് ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കണം വസ്ത്രധാരണത്തിലൂടെ. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർക്കും കടമയുണ്ട് ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. അവര് നമ്മുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നല്ല വൃത്തിയായിട്ടൊക്കെ നിൽക്കാൻ നമ്മൾ കൊതിക്കുന്നു. അതുപോലെ അവർക്കും കൊതിയുണ്ടാകും, എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ നല്ല വൃത്തിയായി അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കണമെന്ന്. ബഹുമാന്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിഇംറഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി. എന്റെ ഭാര്യ എന്റെ മുന്നിൽ ഒരുങ്ങി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവളുടെ മുന്നിൽ ഒരുങ്ങാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങുന്ന പോലെ ഞാൻ അവൾക്ക് വേണ്ടി ഒരുങ്ങണം. അതാണ് ഒരു ഭാര്യയും ഭർത്താവും. ഇത് പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആണുങ്ങളെ. പുറത്തോട്ട് പോകുമ്പോൾ നല്ല ടീഷർട്ടും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ നല്ല ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട്, പാന്റൊക്കെ ഇട്ട്, ഇൻസർട്ടൊക്കെ ചെയ്ത്, ബെൽറ്റൊക്കെ ഇട്ട്, മുടിയൊക്കെ ചിപ്പി അടിപൊളിയായിട്ട് പുറത്തു പോകും. വീട്ടിൽ പോയി വൈകുന്നേരം ഭാര്യയുടെ മുമ്പിലോട്ട് വന്നാൽ നേരെ ആ ഡ്രസ്സ് ഇട്ടങ്ങ് മൂറിപ്പോകും. അതൊക്കെ എല്ലാം ഊരിയിട്ട് എന്നിട്ട് പെണ്ണുമ്പിള്ളയുടെ മുമ്പിലോട്ട് ഇങ്ങനെ കയറി വരും അല്ലേ. 500 ഓട്ടയുള്ള ഒരു കൈലിയൊക്കെ ഉടുത്ത് വിഷിഞ്ഞ് നാറിയൊരു ബനിയനൊക്കെ ഇട്ട് ഇങ്ങനെ പെണ്ണുമ്പോൾ അത് മാറണം. ഭാര്യമാരുടെ മുന്നിൽ ഭർത്താക്കന്മാരും ഒരുങ്ങണം. നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയ്ക്കൊരു താല്പര്യം ഉണ്ടാവും. എന്റെ മച്ചാനെ എന്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട സെറ്റപ്പ് ആയിരിക്കും ആള്. കൊതിയുണ്ടാവും. ഭാര്യയുടെ മുമ്പിൽ അതൊക്കെ ഒന്ന് ഇട്ടോണ്ട് നിക്കണം. ഒരു ടീഷർട്ട് ഒരു വെറുമുടയൊക്കെ ഇട്ട് നിക്കണം ഇങ്ങനെ റൂമില്. എന്താ ഒരു സന്തോഷമായിരിക്കും, എന്തൊരു രസമായിരിക്കും ആ ജീവിതം, എന്തൊരു സംതൃപ്തിയായിരിക്കും ആ ജീവിതം. ബഹുമാനയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബാക്കൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ആയിഷ, അല്ലാഹുവിന്റെ റസൂല് പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നാൽ ഹബീബായ റസൂല് ആദ്യം ചെയ്യുന്നത് എന്താണ് ആയിഷ?
ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി അരുളുകയാ, ഹബീബായ റസൂൽ പുറത്തു നിന്ന് വീട്ടിലേക്ക് വന്നാൽ ആദ്യമായി ഹബീബായ റസൂൽ ചെയ്യുന്നത് മിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ മിസ്വാക്ക് ചെയ്യുമായിരുന്നത്രേ. ഹബീബായ റസൂല് ഭാര്യമാരോട് സംസാരിക്കുന്നതിനു മുമ്പ്, ഭാര്യമാരുടെ മുന്നിലേക്ക് കടന്നു വന്നവരോട് അഭിമുഖ സംഭാഷണം നടത്തുന്നതിന് മുമ്പ് ഹബീബായ റസൂല് പല്ല് തേക്കുമായിരുന്നത്രേ. റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നത് കൊണ്ടല്ല, കസ്തൂരിയേക്കാൾ മണമുള്ളതായ ഉമിനീരിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഉമിനീര് പോലും സഹാബത്ത് ശരീരത്തിൽ പുറത്താറുണ്ടായിരുന്നെങ്കിലും അതിന് വല്ലാത്ത സുഗന്ധമുണ്ടായിരുന്നു എങ്കിലും അവിടുത്തെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നെങ്കിലും ഹബീബായ റസൂൽ വീട്ടിലേക്ക് വന്ന് ശരീരശുദ്ധി വരുത്തുന്നത് അവിടുത്തെ ശരീരത്തിന് ദുർഗന്ധമുള്ളത് കൊണ്ടല്ല, അവിടുത്തെ ഉമിനീരിന് ദുർഗന്ധമുള്ളത് കൊണ്ടല്ല, ഭർത്താക്കന്മാരെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഭർത്താവ്, ലോകത്തെ പഠിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബീഡി വലിച്ചവരായേക്കാം, നിങ്ങൾ സിഗരറ്റ് വലിച്ചവരായേക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് ചവച്ചവരായേക്കാം, നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ നിങ്ങളുടെ വായുടെ ദുർഗന്ധം നിങ്ങളുടെ ഭാര്യമാർക്ക് സഹനീയത അനുഭവപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യമായി തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് അവരുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ പല്ല് തേക്കട്, ശരീരം ശുദ്ധി വരുത്തട്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ജീവിതം? നമ്മളേക്ക് ബീഡിയൊക്കെ വലിച്ച് ഉള്ള പാൻപരാഗം തമ്പാക്കും ഒക്കെ വടിച്ചു കെട്ടിട്ടായിരിക്കും വരുന്നത്. എങ്കിൽ കൂട്ടുകാരോടെ കറങ്ങാനൊക്കെ പോയി കടയിലൊക്കെ പോയി ചിക്കൻ ഫ്രൈ ഒക്കെ അടിച്ച് അവസാനം കുറെ ഉള്ളിയൊക്കെ വാരി തേച്ചായിരിക്കും വരുന്നത്. ഭാര്യയുടെ മുന്നിലോട്ട് വന്ന് ഭാര്യ കഴിക്കാൻ വല്ലോ വേണോ, നമ്മളിങ്ങനെ മുഖത്ത് നോക്കി ഒരു ചിരി, തീർന്നു. ആ കാറ്റടിക്കുമ്പോഴേ പാവത്തിന്റെ ഫുൾ പവറും അവിടെ പോകണം. അല്ല സൂലുള്ള പറയാം പോകുന്നു പല്ലൊക്കെ തേച്ച് ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, ഭാര്യയോടൊപ്പം ഒന്ന് ഫ്രഷ് ആകട്ടെ, പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖമൊക്കെ ഒന്ന് കഴിച്ച് സോപ്പിട്ട് മുഖമൊക്കെ ശരീരമൊക്കെ ഒന്ന് തുടച്ച് നല്ലൊരു ലുങ്കിയും നല്ലൊരു ബനിയനൊക്കെ ഇട്ട് വാ ആ ഒരു സന്തോഷം പെണ്ണിന്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഭാര്യമാർക്കും കൊതിയുണ്ട്, അവർക്കും താല്പര്യങ്ങളുണ്ട്, അവരെ പരിഗണിക്കണം. ഭർത്താക്കന്മാർ അവരെ പരിഗണിക്കണം, അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കണം. ബഹുമാന്യനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും പരാതിയായി വരിക. ഭാര്യ പറയുന്നു, ഉമർ തങ്ങളെ എനിക്ക് ആളെ വേണ്ട, ഒഴിവാക്കി തരണം. തൊലാഖ് പോലെ ഇസ്ലാം ഭാര്യമാർക്ക് കൊടുത്തിരിക്കുന്നതായ അവകാശമാണ്. എല്ലാരും തൊലാഖ് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. എന്നാൽ ഒരു പെണ്ണിന് ഭർത്താവിനെ കൊണ്ട് പറ്റുന്നില്ല, അവർക്ക് ഒഴിവാക്കാം, ഭർത്താവിനെ ഒഴിവാക്കാം. മസലേക്ക് ഇപ്പൊ പറഞ്ഞ പ്രശ്നമാ. പെണ്ണുങ്ങളൊക്കെ നാളെ നമ്മുടെ കഴുത്തിന് പിടിക്കും, അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് ഫസഹുണ്ട്, അവർക്ക് ഖുൽഉണ്ട്, മുബാറഅത്ത് എന്നുള്ള നിയമം, പല നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. വിവാഹമോചനം ഒരു തൊലാഖിൽ മാത്രമൊന്നും കുരുങ്ങിക്കിടക്കൊന്നും അല്ല. ചേട്ടന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മള് ഇസ്ലാമിനെ പഠിക്കാൻ പറ. ചുമ്മാ മുത്തലാഖും പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. എന്താണ് ഇസ്ലാം എന്ന് പഠിക്കട്ടെ. ഭാര്യയെ ഭർത്താവ് എങ്ങനെ നോക്കണം, ഭർത്താവിനെ ഭാര്യ എങ്ങനെ നോക്കണം, ഇസ്ലാമിൽ വലിയൊരു അധ്യായമാണത്. അല്ലാതെ നീയൊക്കെ പറയുന്ന വെറും മുത്തലാക്കി കിടക്കുന്ന സാധനമൊന്നും അല്ലടാ ഇത്. പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, ലാ അന വലാ ഹാദാ, ഇനി ഇയാളുമായിട്ട് എനിക്ക് പറ്റില്ല, ഒഴിവാക്കി തരണം, ഒഴിവാക്കി തരണം. റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു. റളിയല്ലാഹു പറഞ്ഞു, ശരി, ഇപ്പൊ ഒരു കേസിൽ ഇരിക്കുകയാണ്, നീ കുറച്ച് സമയം അവിടെ മാറി നിൽക്കാൻ. ഈ ഭാര്യ അങ്ങോട്ട് മാറാൻ നേരം ഭർത്താവ് കൂടെ നീ അവിടെ നിൽക്കി, പെണ്ണ് മാത്രം പോവാൻ പറഞ്ഞു. റളിയല്ലാഹു അൻഹുക്ക് അങ്ങനെ പറയുമ്പോ ആ മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് ചിന്തിക്കണേ. പെണ്ണങ്ങോട്ട് മാറി, നീ അവിടെ നില്ല, നിന്നെ എനിക്ക് വേണം. റളിയല്ലാഹു പിടിച്ചവിടെ നിർത്തി. ഈ പെണ്ണങ്ങോട്ട് മാറി. ബഹുമാനനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിവാഹമോചനവും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുന്നിലേക്ക് വന്ന ഭാര്യാഭർത്താക്കന്മാരിൽ ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഭർത്താവിനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഏ മനുഷ്യ, നിന്റെ ശരീരത്തിന്റെ കോലമെന്താ?
മുടിയെല്ലാം വെല്ലാത്ത കോലത്തിൽ വളർത്തിയിട്ടുകൊണ്ട്, താടിയൊക്കെ വെല്ലാത്ത കോലത്തിൽ വളർത്തിയിട്ടുകൊണ്ട്, നഖം പോലും മുറിച്ചിട്ടില്ല, അതേ പണിയെടുത്തുകൊണ്ട് വിയർത്തൊഴുകി മുഷിഞ്ഞ വേഷം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഭർത്താവിനോട് ബഹുമാനനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കർശനമായ തീരുമാനം പറയുകയാ, നിനക്ക് ഞാൻ ഇത്ര സമയം തരികയാ, അതിനു മുമ്പ് നീ പോയി നിന്റെ മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കണം, നഖമെല്ലാം മുറിച്ച് വൃത്തിയാക്കണം, കുളിച്ചു ശുദ്ധിയായി നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അത്തർ പൂശിക്കൊണ്ട് നീ എന്റെ മുന്നിലേക്ക് വരണം, ഇത്ര സമയം ഞാൻ നിനക്ക് അനുവദിച്ചു തരികയാ. അതിനു മുമ്പ് പോയി മുടി വൃത്തിയാക്കി, നഖം മുറിച്ച് വൃത്തിയാക്കി, കുളിച്ചു ശുദ്ധിയായി നല്ല ഡ്രസ്സ് വാങ്ങി ധരിച്ചിട്ട് അത്തർ പുരട്ടിക്കൊണ്ട് നീ എന്റെ മുന്നിലേക്ക് വരിക. ആ മനുഷ്യൻ പോവുകയാ. കാരണം ആരാ തന്നോട് കൽപ്പന പുറപ്പെടുവിച്ചത്? ബഹുമാനനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സഹാബി പോയി, അദ്ദേഹം പെട്ടെന്ന് പോയി തന്റെ മുടിയൊക്കെ മുറിച്ച് വൃത്തിയാക്കി, താടിയെല്ലാം വെട്ടിച്ചീകി ഒതുക്കി നല്ല ഷേപ്പാക്കി, നഖമെല്ലാം മുറിച്ച് വൃത്തിയാക്കി, എന്നിട്ട് നല്ലതുപോലെ കുളിച്ചു ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചു, അത്തർ പുരട്ടിക്കൊണ്ടു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരിക. ആ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, നിന്റെ ഭർത്താവിനെ ഞാൻ ഒഴിവാക്കി തരാം, പകരം നിനക്ക് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ആ പെണ്ണ് നോക്കുമ്പോൾ അതേ സുന്ദരനായ യുവകോമളനായ ചെറുപ്പക്കാരൻ നിൽക്കുകയാ. പറഞ്ഞു, തങ്ങളെ കുഴപ്പമില്ല, തങ്ങള് ഇദ്ദേഹത്തോടും ജീവിക്കാൻ ഞാൻ തയ്യാറാ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ പെണ്ണ്, ഇത് മറ്റാരുമല്ല പെണ്ണ്, നിന്റെ പഴയ ഭർത്താവ് തന്നെയാ. അദ്ദേഹം നല്ല വൃത്തിയായി നിന്റെ മുന്നിലേക്ക് വന്നു. ഇനി നിനക്ക് ഇവിടെ ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ പെണ്ണ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ഉമർ തങ്ങളെ, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കുടുംബ ബന്ധം വേർപിരിക്കാൻ വന്ന ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്നുകൊണ്ട് സന്തോഷത്തോടെ അതിലേറെ സംതൃപ്തിയോടുകൂടി തങ്ങളുടെ മുന്നിൽ നിന്ന് മടങ്ങി വരുന്ന അവസ്ഥയുണ്ടാക്കിയെങ്കിലും ആ ഭാര്യ ഭർത്താക്കന്മാർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടക്കയാത്ര നടത്തുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഹക്കദാ فاسنعوا لهن إنهن ليحببن أن تتزينوا لهن كما تحبون أن يتزين لكم. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ ഭാര്യമാരില്ലേ, അവരോട് ഇപ്രകാരമാ നിങ്ങൾ പെരുമാറേണ്ടുന്നത്. നിങ്ങളുടെ പെണ്ണുങ്ങള്, നിങ്ങളുടെ ഭാര്യമാര് പാപങ്ങള്, ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്റെ ഭർത്താവിന്റെ മുന്നിൽ നല്ല പോലെ നല്ല ഗ്ലാമറായ കോലത്തിലൊന്ന് നിൽക്കാൻ. അതുകൊണ്ട് ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഭാര്യമാരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ വന്ന് നിൽക്കൂ. ബഹുമാനനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. ഒരു ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് നല്ല ജവാനായിട്ട് നിൽക്കണം. താടി വളർത്തണം, സുന്നത്താണ്. ഒരു പിടി വളർത്തണം, സുന്നത്താണ്. പക്ഷെ അല്ല, നല്ല കോലത്തിൽ ചുമ്മാ ഇങ്ങനെ നല്ല ഷേപ്പാക്കി വെക്കും. നല്ല ബോൾഗാൻ താടിയും വെച്ചോണ്ട് നടക്കാനല്ല, ഒരു പിടി താടിയാണ് സുന്നത്ത്. അതിന് താഴെ വട്ടലും മടിക്കലും ഒക്കെ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം. ആ മുടി വെട്ടിയൊതുക്കി നല്ല കോലത്തിൽ നടക്കും, നല്ല ഡ്രസ്സൊക്കെ ഇട് ഭാര്യയുടെ മുന്നിൽ, നല്ല കോലത്തിൽ നടക്കും ഭാര്യമാരുടെ മുന്നിൽ. നാട്ടുകാരുടെ മുമ്പിൽ വെള്ള ഇട്ട് നടക്കും. വീട്ടിലേക്ക് വന്നാൽ പോയി കാര്യമില്ല. നിന്റെ ഭാര്യയെ പരിഗണിക്കണം.
ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിനെ കണ്ടാൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ആളിപ്പോഴും ചെറുപ്പമാന്നൊക്കെ തോന്നണം. അത് പെർഫോമൻസിലല്ല, ലുക്കിലും ഉണ്ടാവണം. അപ്പോഴേ കാര്യമുള്ളൂ. അതുകൊണ്ടല്ലേ ഇസ്ലാം നരച്ച മുടിയുടെ നിറം മാറ്റാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നരച്ച മുടിയുടെ നിറം മാറ്റാൻ കറുപ്പിക്കല് അപ്പടിയൊന്നുമില്ല. പക്ഷെ എന്താ സുൽത്തങ്ങൾ അനുവാദം തന്നു ചില കാര്യങ്ങളിൽ. യുദ്ധത്തിനൊക്കെ പോകുമ്പോ ശത്രുക്കൾ നോക്കുമ്പോ കുറെ ഉണക്ക കിളവന്മാരവിടെ നിൽക്കുക തോന്നരുത്. അതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് ചോപ്പിച്ച് നല്ല ജവാന്മാരല്ലോ, നിന്റെയൊക്കെ താടിയുണ്ടോ, നിന്റെയൊക്കെ ബോഡിയുണ്ടോ, നിന്റെയൊക്കെ മുമ്പിലാണല്ലോ തമ്പുരാനെ. ഒരു മുസ്ലിമിന്റെ ലുക്കില് പോലും ആ ഗാംഭീര്യത വേണോന്നാ. അതുകൊണ്ട് ആ താടി വളർത്തി മീശയൊക്കെ വെട്ടി ഒതുക്കുന്ന ആ ലുക്കിന് പോലും കാര്യമുണ്ട് അല്ലെ? കണ്ണൂര് താടിയും വളർത്തി നടന്ന ചെറുപ്പക്കാരെ തീവ്രവാദ ലുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തേ. പേടിയാവുമാർക്ക് അതൊക്കെ. അതുണ്ടാകണം ഒരു മുസ്ലിമിന്റെ ഭാഗത്ത്. ആ ലുക്കിൽ തന്നെ നടക്കണം. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, താടിയൊക്കെ 3-4 നരച്ചിട്ടുണ്ടാവും, മൈലാഞ്ചി അടിക്കണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കും. അപ്പൊ പെണ്ണുങ്ങൾക്ക് തോന്നൂല, കളവനായെന്നൊന്നും തോന്നൂല. 10-60 വയസ്സായാലും ആളിപ്പോഴും സ്ട്രോങ് ആ. നമ്മളാ വീക്ക്. ഈ ഒരു അപ്പിയറൻസ്, ഈ ഒരു ലുക്ക് ഭർത്താവിൽ നിന്നും ഉണ്ടാകണം ഒരു ഭാര്യയ്ക്ക്. ഇസ്ലാമിന്റെ കുടുംബജീവിതം നമ്മൾ എന്താ ഇസ്ലാമിനെ കരുതിയേ ചുമ്മാ നിസ്കരിച്ചാൽ മാത്രമോ പുണ്യമുള്ളതെന്നോ? നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. ഇസ്ലാമിനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അവിടെയൊക്കെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് പോലും വലിയ പ്രതിഫലം വെച്ചേക്കാന്ന് ഇസ്ലാം. വലിയ പ്രതിഫലം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിമിഷങ്ങൾ, ഭാര്യയെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നത് പോലും പ്രതിഫലമല്ലേ? പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ചെയ്യണം. ഡ്രസ്സിങ്ങിലും ഭക്ഷണം കഴിക്കുമ്പോ പോലും എങ്ങനെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനും അടക്കം ഉണ്ടാകണമെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരുന്ന് കഴിക്കണം. ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് വിളമ്പി കഴിക്കണമെന്നല്ല, ഒരു പ്ലേറ്റിൽ വിളമ്പണം. ആ പ്ലേറ്റിൽ നിന്ന് കഴിക്കണം. പറ്റുമോ നമുക്കൊക്കെ ഇത്? ഒരു നേരമെങ്കിലും നമ്മളിത് ചെയ്യണം. ദിവസം ഒരു നേരമെങ്കിലും. എന്ത് പ്രശ്നവും അവിടെ ഇരുന്നാൽ തീരുന്നതേ ഉള്ളന്നേ. ഓരോ ദിവസവും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഓരോ ദിവസവും ഫ്രഷ് ആയിട്ട് കിട്ടും. ഒന്നിച്ചിരുന്ന് കഴിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ കഴിക്കുമ്പോൾ ഭർത്താവ് ഒരു ഉരുള ഭക്ഷണം എടുത്ത് ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കണം. അങ്ങനെ വെച്ചു കൊടുത്താൽ ആ ഭക്ഷണം സദഖ ചെയ്ത പ്രതിഫലമാണ്. ഭാര്യ ഒരു ഉരുള ഭക്ഷണം എടുത്ത് ഭർത്താവിന്റെ വായിൽ വെച്ചു കൊടുക്കണം. സദഖ ചെയ്ത പ്രതിഫലമാണ്. എവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞൊരു കറക്കമൊക്കെ ഉണ്ടല്ലോ, അന്നേരം ഐസ്ക്രീമൊക്കെ വാരി വായിച്ച് തേച്ചു കൊടുക്കും. കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം ഒടുക്കത്തെ സ്നേഹമാണ് അല്ലേ? എന്റെ നിങ്ങളുടെ കാര്യം ഇതല്ലേ? ആദ്യത്തെ 1 മാസം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹത്തിന്റെ അളവെന്താ? എന്താ സ്നേഹം! പ്രച്ചവനെ എവിടെയെങ്കിലും ഒക്കെ ഒരു യാത്ര പോണമെങ്കിൽ ബൈക്കിലൊക്കെ ഇരുന്ന് പോക്കണ്ടല്ലോ, കൈയൊക്കെ ഇട്ട് കൊങ്ങയെ കൂടെ ഇട്ട് കാലും കൂടെ ഒക്കെ ഇട്ട് പിടിച്ച് എന്താ സ്നേഹം! ഉമ്മാക്ക് കണ്ടാ സഹിക്കില്ല, അത്ര സ്നേഹം. ബസ്സിലൊക്കെ പോകുമ്പോ ദൂരത്ത് തിരുവനന്തപുരത്തിന് കല്യാണമുണ്ട്, ബസ്സിൽ പോണം. ഭാര്യയും ഭർത്താവും ബസ്സിൽ കയറിച്ച് നോക്കും, 2 പേർക്കും കൂടി ഇരിക്കാൻ പറ്റിയ സീറ്റ് ഉണ്ട് അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യത്തെ ഒരു സമയത്തൊക്കെ ഒരു സീറ്റ് ഉണ്ടേലേ ഇരിക്കും, ഇല്ലെങ്കിൽ ഇരിക്കത്തില്ല. ഒരു സീറ്റൊക്കെ കിട്ടിയാകുമ്പോ അതൊക്കെ അങ്ങോട്ട് ഇരുന്ന് ഭാര്യയെ ജനലിന്റെ സൈഡിലൊക്കെ ഇരുത്തി ആ തോളത്തോടെ കൈയൊക്കെ ഇട്ട് ആ സ്നേഹ പ്രകടനമൊക്കെ കണ്ടാ തമ്പുരാനെ ആ ബസ്സിൽ പിന്നെ വേറെ ആരും ഉള്ളതായിട്ട് തോന്നില്ല. അത്ര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. എന്താ സ്നേഹം! അത് പിന്നെ ഇങ്ങനെ കുറഞ്ഞു 6 മാസമൊക്കെ കഴിഞ്ഞു. അടുത്ത കല്യാണം തിരുവനന്തപുരത്ത്, അടുത്ത കല്യാണമുണ്ട്. ഭാര്യയും ഭർത്താവ് ബസ് കാത്തിരിക്കുക. ബസ് ദൂരത്തുനിന്ന് കാണുമ്പോഴേ ഭർത്താവ് ഭാര്യ എടുത്ത് പറയും, പെണ്ണുങ്ങളെ സീറ്റ് മുമ്പിലാ, നീ അവിടെ ഇരുന്നോ, ഞാൻ പറയില്ല അങ്ങാടെ ഇരുന്നോളാം. പോയി 1 വർഷം കഴിഞ്ഞ് അടുത്ത കല്യാണം. തലേ ദിവസം തന്നെ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു, കല്യാണം പോണ്ടേ, പോയില്ലെങ്കിൽ മോശമല്ലേ? 2 കല്യാണത്തിനും പോയി, ഇതിനും നമ്മൾ പോയില്ലെങ്കിൽ പോണം. പിന്നെ നീ പണി രാവിലെ 6:30 ഒരു ബസ്സുണ്ട്, നീ അതിലും കിട്ടും. ഞാൻ ഒരു 12 മണിക്ക് വരാം, അല്ലാഹു 5-6 മണിക്കൂറെങ്കിലും സമാധാനം കിട്ടുമല്ലോ. ഇതായി പോയി നമ്മുടെ സ്നേഹമൊക്കെ.
ഇസ്ലാം പറയുന്ന പോലെ സ്നേഹിച്ചാൽ എന്നും എന്നും നമുക്ക് ആദ്യരാത്രി പോലെയാണ്, എന്നും നമുക്ക് ഹണിമൂൺ ട്രിപ്പാണ്, എന്നും. അതാണ് ഇസ്ലാമിന്റെ കുടുംബ ജീവിതത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ജീവിച്ച ഒരു തൊലാക്കൂല്ല, ഇങ്ങനെ ജീവിച്ച ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇങ്ങനെ ജീവിച്ചാൽ ഒരു കയ്പ് നീരും കുടിക്കേണ്ടി വരില്ല. ഇങ്ങനെയുള്ള ജീവിതത്തിലെ വഴക്കുകൾ പോലും രസം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വഴക്കുകൾ വരുന്നുണ്ട്. ഇസ്ലാമിന്റെ കുടുംബജീവിതത്തിലെ വഴക്കുകൾ പോലും രസകരമാക്കാം. അത് വരുന്നുണ്ട്, ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.